പ്രായം കൂടിയവർ, സമപ്രായക്കാരൊക്കെ വീണുപോയ സ്ഥാനത്ത് ദൈവം നമ്മളെ നടത്തി. ദൈവം നമ്മളെ ഓർത്തതുകൊണ്ടാണ്. ദൈവവചനം പറയുന്നത് പോലെ എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്ത ദൈവം, നമ്മുടെ താഴ്ചയിൽ നമ്മളെ നമ്മുടെ കർത്താവ് ഓർത്തത് കൊണ്ടാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടോ നമുക്ക് മഹിമ പറയാൻ ഒന്നുമില്ല. മറ്റുള്ളവർക്ക്, അവിശ്വാസികളായിട്ടുള്ളവർക്ക് അവരുടെ അവരുടെ ബുദ്ധിയിലും അവരുടെ കഴിവിലും അവരുടെ സാമ്പത്തികത്തിലും അവരുടെ യോഗ്യതയിലും ഒക്കെ മഹിമ പറയാനുള്ളപ്പോൾ, ദൈവമക്കളായ നമുക്ക് മഹിമ പറയുവാൻ ഒന്നേ ഉള്ളൂ. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് കൊണ്ട്, കർത്താവ് നമ്മളെ സഹായിച്ചത് കൊണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി നിന്നത് കൊണ്ട് എന്നല്ലാതെ പറയുവാൻ നമുക്ക് ഒരു ഒരു കഴിവുമില്ല. നമ്മൾ ആരും യോഗ്യരല്ല. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഓർത്തു നോക്കിയാൽ, നമ്മൾ പലരും വഴിയാത്രയിൽ റോഡിൽ പട്ടുപോയ സ്ഥാനത്ത്, പലരും അവരുടെ ജീവിതയാത്രയിൽ നശിച്ചുപോയ സ്ഥാനത്ത് നമ്മൾ ആരും വീഴാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ പട്ടുപോകാതെ, നമ്മൾ ആരും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാഞ്ഞിട്ടല്ല, നമ്മൾ നശിച്ചു പോകാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചത് കൊണ്ടാണ്. ഈ സമയം നമുക്കൊന്ന് ഓർക്കാമോ, ദൈവമേ, ഞാൻ ഒട്ടും യോഗ്യനല്ല കർത്താവേ, ഞാൻ ഒന്നിനും യോഗ്യനല്ല കർത്താവേ, നീ എൻ്റെ കൂടെ നിന്നത് കൊണ്ട്, നീ എന്നെ സഹായിച്ചത് കൊണ്ടാണ് കർത്താവേ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. നീ എന്നെ താങ്ങിയത് കൊണ്ടാണ് കർത്താവേ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. അങ്ങ് എന്നെ ഉള്ളം കരങ്ങളിൽ വഹിച്ചത് കൊണ്ടും വരച്ചത് കൊണ്ടും മാത്രമാണ് കർത്താവേ ഞാനിങ്ങനെ നിലനിൽക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ എള്ളിയില്ല എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ല. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ.
ദൈവം നാം മഹത്വപ്പെടുമാകട്ടെ. വീണ്ടും ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നമുക്കൊന്ന് ഒരു നിമിഷം ഓർക്കാമോ? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ കൊണ്ടുപോയ വഴികളെ. നമുക്ക് നമ്മുടെ കഴിവിനോ നമ്മുടെ പ്രാപ്തിക്കോ ഒന്നും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥാനങ്ങളിൽ ദൈവം നമ്മളെ കരം പിടിച്ചു കൊണ്ടുപോയ വഴികളെ നമുക്കൊന്ന് ഓർക്കാമോ? കഴിഞ്ഞ 8 വർഷക്കാലം ഈ മീറ്റിങ്ങിനോടനുബന്ധിച്ച് ഇത്രത്തോളം മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിച്ചു. നമ്മളാരും ഈ വിഷയങ്ങളിൽ അത്ര ആയുള്ളത് കൊണ്ടൊന്നും അല്ല. നമ്മുടെ കഴിവുകളില്ലാതിരുന്നിട്ടും ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചതുകൊണ്ട് അനേകർക്ക് ആശ്വാസമാകുവാൻ ദൈവം നമ്മളെ ഉപയോഗിച്ചു. ഈ പ്ലാറ്റ്ഫോമിനെ ദൈവം ഉപയോഗിച്ചു. ഞാൻ പറയുന്നത് നമ്മുടെ കഴിവിനെയോ നമ്മുടെ മിടുക്കിനെയോ നമ്മുടെ യോഗ്യതയോ ഒന്നും കർത്താവിന് ആവശ്യമില്ല. കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കാൻ ഒരു മനസ്സ് മാത്രമാണ് കർത്താവിന് ആവശ്യം. ആ മനസ്സാണ് ദൈവം ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നത്. 8 വർഷക്കാലം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല, ഒരു വലിയ കാലയളവ് തന്നെയാണ്. അത് കൊണ്ടുപോകാൻ ദൈവം നടത്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചർച്ചിലുമായിട്ട് ബന്ധപ്പെട്ടിരുന്നപ്പോൾ അവിടെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. ഒരു ദേവദാസൻ പറഞ്ഞൊരു ഒരു കാര്യം കേൾക്കാനിടയായി. ആണ്ടർ ദി മീറ്റിംഗ് കഴിഞ്ഞ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് ആ ഒരു മടക്കയാത്രയിൽ ജീവൻ നഷ്ടമായ കുറെ സഹോദരങ്ങളെ കുറിച്ച് പറയാനിടയായി. ചിലര് വണ്ടിയിൽ കയറി ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നീട് ഒരു അനക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് ആ സഹോദരൻ മാറിപ്പോയ ഒരു അവസ്ഥയിൽ പറയാം. ചിലർ വഴിയാത്ര തന്നെ പട്ടുപോയ സാഹചര്യങ്ങളൊക്കെ ആ മീറ്റിങ്ങിൽ ഇങ്ങനെ പറയാനിടയായി. ഞാനപ്പോൾ ഓർത്ത്, കർത്താവേ, നീ എന്നെ സഹായിച്ചുകൊണ്ട് എൻ്റെ ഡ്രൈവിങ്ങിന്റെ മിടുക്ക് കൊണ്ടല്ല ഞാൻ എത്തിപ്പെടേണ്ടിടത്ത് എത്തിപ്പെട്ടത്, ദൈവം എന്നെ താങ്ങിയത് കൊണ്ട്. വഴിയിൽ മരണപാശങ്ങളൊക്കെ പതിയിരുന്ന സ്ഥാനത്ത് ദൈവം കരം പിടിച്ചു കൊണ്ടുപോയത് കൊണ്ടാണ് ദൈവം നമ്മളെ അതുകൊണ്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്ന സ്ഥലങ്ങളിൽ അവര് പക്വതയുള്ളവരായതുകൊണ്ടല്ല, ദൈവം അവരെ സൂക്ഷിച്ചത് കൊണ്ടാണ് അവർ നമ്മളോടൊപ്പം നമ്മൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നത്. പല അനർത്ഥങ്ങളും വ്യസന കാരണമായി പോകാതെ പോകാതെ അനുഗ്രഹമായി മാറിയത് ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ദൈവത്തെ ഈ വർഷം നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്ന് പറഞ്ഞാൽ, എൻ്റെ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ഞാൻ ആരാധിക്കും. എൻ്റെ കർത്താവിന് വേണ്ടി പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ ഒക്കെ ആയിരിക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങൾക്ക് ഒത്തൊഴുകുന്നവരായിട്ടല്ല, കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്നുള്ള പാട്ട് പാടി നമുക്ക് വീണ്ടും കർത്താവിനെ ആരാധിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാം, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോൾ,
സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, കൃപ നൽകും ജയഘോഷമുയർത്തിയിടുക. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിയുമ്പോൾ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സ്തോത്രം 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 സ്തോത്രം. നാം പാടിയതുപോലെ ദൈവം നമ്മളെ നടത്തിയതാണ്, ദൈവം നമ്മളെ സഹായിച്ചതാണ്, ദൈവം കരുതിയതാണ്. നമ്മൾ തകർന്നു പോകും പട്ടുപോകും എന്നൊക്കെ വിചാരിച്ച സ്ഥാനത്ത് നമ്മുടെ തല ഉയർത്തിപ്പിടിച്ചൊരു ദൈവമുണ്ട്. നമുക്കെല്ലാവർക്കും നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കാം, നമുക്കെല്ലാവർക്കും നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് ഓർക്കാം. ഇത്രത്തോളം നമ്മളെ സഹായിപ്പാൻ നമ്മൾ എന്തുള്ളൂ, ഇത്രത്തോളം ദൈവം നമ്മൾക്ക് വേണ്ടി നിൽക്കുവാൻ എന്തുള്ളൂ, ഇത്രത്തോളം പ്രവൃത്തികളെ കാണുവാൻ തക്കോണം, ഇത്രത്തോളം പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം
ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ എന്തുള്ളൂ, നമുക്ക് ഈ ദിവസങ്ങളെല്ലാം നന്ദിയുള്ളവരായിരിക്കാം. കർത്താവേ, നീ എനിക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഞാൻ ഓർക്കുന്നപ്പാ. ഈ ദിവസങ്ങളിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർക്കുന്നപ്പാ. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണപ്പാ. ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനാ സ്വരങ്ങളൊക്കെ നമ്മുടെ വായിൽ നിന്ന് ഉയരട്ടെ. ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനാ സ്വരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നമുക്കായിരിക്കാം ദൈവത്തോട് നന്ദിയുള്ളവരായി. ദൈവം നമ്മളെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു ആ പ്രകാരം മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കൊരു ഒരു ഒരു നന്ദി 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 നിറഞ്ഞ ഒരു പാട്ട് നമുക്ക് പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്തവൻ മകളും എനിക്കേകിടും കൃപ. ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഈ പ്ലാറ്റ്ഫോമിൽ അങ്ങേ സ്തുതിക്കുവാൻ തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ പറയുന്നു, നീ ഞങ്ങളെ ഓർത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിന്നില്ലായിരുന്നുവെങ്കിൽ, അങ്ങ് ഞങ്ങളെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ, അങ്ങയുടെ ഉള്ളം കരങ്ങളിൽ ഞങ്ങളെ വരച്ചില്ലായിരുന്നുവെങ്കിൽ, വഹിച്ചില്ലായിരുന്നുവെങ്കിൽ,
കർത്താവെ ഞങ്ങൾ പട്ടുപോയേനെ. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥം വരാതിരുന്നിട്ടല്ല, നീ ഞങ്ങളെ താങ്ങിയത് കൊണ്ട് ഞങ്ങൾ നിലനിൽക്കുന്നു കർത്താവെ. തുടർന്നും കർത്താവെ ഈ വർഷവും ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഞങ്ങൾക്ക് വേണ്ടി നിന്നു കർത്താവെ. പക്ഷെ പലപ്പോഴും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് പോലെ ഞങ്ങൾക്ക് അങ്ങേക്ക് വേണ്ടി നിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല കർത്താവെ. ഈ ഈ വർഷം കർത്താവെ അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, നന്ദിയുള്ളവരായ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെ ഈ വർഷം നീ സഹായിക്കണം. കഴിഞ്ഞ 8 വർഷക്കാലം കർത്താവെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കാൻ നീ ഞങ്ങളെ സഹായിച്ചു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരത്തിനും നന്ദി പറയുന്നു. കൂടി വന്ന എല്ലാവരെയും നീ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 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 Praise the Lord.